സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 5 മുതൽ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ. കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിലാണ് സമ്മേളനം. ചെറുവത്തൂരിൽ 4 കിലോ മുക്കുപണ്ടവുമായി യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. മണ്ണ് കുഴിക്കുമ്പോൾ കിട്ടിയ നിധിയെന്ന് പറഞ്ഞ് ഒരു സിനിമാ പ്രവർത്തകന് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘം പിടിയിലായത്. തൃക്കരിപ്പൂർ ഒളവരയിൽ വൻ തീപിടുത്തം. 1.5 കോടിയിൽ പരം രൂപയുടെ മരങ്ങളും യന്ത്രസാമഗ്രികളും കത്തി നശിച്ചു. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് എത്തിയത് 10,000. കോട്ടച്ചേരി കിഴക്കുംകര കാഴ്ചാഘോഷ കമ്മിറ്റികളുടെ തിരുമുൽ കാഴ്ചാ സമർപ്പണവും നടന്നു. ക്ഷേത്രവളപ്പിൽ നേന്ത്രവാഴകൾ വെട്ടി നശിപ്പിച്ച നിലയിൽ. തോയമ്മൽ കവായി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലാണ് സംഭവം. വാഴക്കോട് തുമ്പയിൽ ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ടത്തിന് മുന്നോടിയായി കലവറ ഘോഷയാത്ര നടന്നു. വാർത്തകൾ വിശദമായി. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 5 മുതൽ കാഞ്ഞങ്ങാട്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ. ചൊവ്വാഴ്ച പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയരും. CPIM 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ഫെബ്രുവരി 4 ചൊവ്വാഴ്ച വൈകിട്ട് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയരും. പ്രതിനിധി സമ്മേളനം ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ കാഞ്ഞങ്ങാട് മാവുങ്കാൽ റോഡിലുള്ള SBIക്ക് സമീപം പ്രത്യേകം തയ്യാറാക്കിയ AK നാരായണൻ K കുഞ്ഞിരാമൻ നഗറിൽ നടക്കും. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി ടീച്ചർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ MLA, ആനാവൂർ നാഗപ്പൻ, PK ബിജു എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളന സ്ഥലത്ത് സ്ഥാപിക്കാനുള്ള കൊടി, കൊടിമര, ദീപശിഖ ജാഥകൾ 4 ജില്ലയിലെ വിവിധ രക്തസാക്ഷി സ്മരണ കുടീരങ്ങളിൽ നിന്ന് യാത്ര തിരിക്കും. 100 കണക്കിന് അത്ലറ്റുകൾ റിലേയായാണ് ഇവ കാഞ്ഞങ്ങാട് നഗരത്തിൽ എത്തിക്കുക. ബൈക്കിൽ പതാകയേന്തിയ വോളണ്ടിയർമാരും അനുധാവനം ചെയ്യും. പ്രതിനിധി സമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥ പൈവലികെ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ 4 രാവിലെ 9 മണിക്ക് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദ നയിക്കുന്ന പതാക ജാഥയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകും. മുമ്പ് തന്നെ നടത്തണമെന്ന് ആലോചിച്ചാണ് അതിനോട് വരുന്ന വലിയ പ്രതിരോധം. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അത്രത്തോളം ശ്രമിച്ചു. ഏതായാലും പ്രചരണം എന്നുള്ളത് നാട്ടിലെ ജനങ്ങളോട് പറയാം എന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, കാഞ്ഞങ്ങാട് ACക്കകത്ത് എല്ലാ ബ്രാഞ്ചുകളിലും കഴിഞ്ഞൊരു 1.5 മാസക്കാലമായിട്ട് ചരിത്ര സദസ്സുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാടിൻ്റെ ചരിത്രം അതവിടെ ഞങ്ങൾ ഉദ്ഘാടകൻ വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ കാഞ്ഞങ്ങാടിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും കർഷക പ്രസ്ഥാനത്തിൻ്റെയും സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ നീണ്ടുനിന്ന ഒരുപാട് ചരിത്ര സ്മരണകൾ കാഞ്ഞങ്ങാടിന് മാത്രം അവകാശപ്പെട്ടിട്ടുണ്ട്. കാഞ്ഞങ്ങാടിലെ പഴയകാല നേതാക്കന്മാർ വഹിച്ചിട്ടുള്ള പങ്കുണ്ട്. അതെല്ലാം ബഹുജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യപൂർണമായിട്ടുള്ള ചരിത്ര സദസ്സുകൾ ഇത് കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് കാഞ്ഞങ്ങാട് ACയിലെ മുഴുവൻ പ്രദേശങ്ങളിലും നടത്തി വരുന്നു. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ജില്ലയിലെ പാർട്ടി ശക്തമായൊരു പാർട്ടിയാണ്. ഇന്ന് ജില്ലാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏത് പാർട്ടി എടുത്ത് പരിശോധിച്ചാലും ജനസ്വാധീനമുള്ള അങ്ങേയറ്റം ബഹുജനങ്ങൾ അണിനിരന്നിട്ടുള്ള ഒന്നാമത്തെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടി. പ്രതിനിധി സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥ കയ്യൂർ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ഫെബ്രുവരി 4 ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കും. മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ ഉദ്ഘാടനം ചെയ്യും. M രാജഗോപാലൻ MLA നയിക്കുന്ന ജാഥയിലും 100 കണക്കിന് അത്ലറ്റുകൾ അണിചേരും. ജാഥയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകും. പൊതുസമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥ മുനയംകുന്ന് രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് 4 രാവിലെ 9:30 സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം
ഉദ്ഘാടനം ചെയ്യും. സാബു അബ്രഹാം നയിക്കുന്ന പതാക ജാഥയ്ക്ക് സ്വീകരണം നൽകും. പൊതുസമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥ അനശ്വരരായ ചീമേനി രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് 4 പകൽ 1:30 ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പി ജനാർദ്ദനൻ ജാഥ നയിക്കും. നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ കയ്യൂരിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രതിനിധി സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥയും ഈ ജാഥയ്ക്കൊപ്പം കേന്ദ്രീകരിച്ച് ഒന്നിച്ചു പുറപ്പെടും. 4 ജാഥകളും ഒപ്പം ജില്ലയിലെ വിവിധ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നും എത്തിച്ച ദീപശിഖകളും അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിച്ച ആയിരങ്ങളുടെ അകമ്പടിയോടെ പൊതുസമ്മേളനം നടക്കുന്ന നോർത്ത് കോട്ടച്ചേരിയിലെ സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗറിലേക്ക് നീങ്ങും. വൈകിട്ട് 6-ന് സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ പതാക ഉയർത്തും. വൈകിട്ട് 7 മണിക്ക് ടൗൺ ഹാൾ പരിസരത്തെ പി രാഘവൻ നഗറിൽ KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകവും അരങ്ങേറും. 5-ന് രാവിലെ പ്രതിനിധി സമ്മേളന നഗരിയിൽ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ പതാക ഉയർത്തും. ജില്ലയിലെ 32 രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നും എത്തിച്ച ദീപശിഖ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ പ്രതിനിധി സമ്മേളന നഗരിയിൽ കൊളുത്തും. 5-ന് വൈകിട്ട് ടൗൺ ഹാളിൽ സാംസ്കാരിക സെമിനാർ സുനിൽ P ഇളയിടം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നിലാമഴ ഗസൽ സന്ധ്യയും അരങ്ങേറും. ജില്ലയിലെ 27,904 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 12 ഏരിയകളിൽ നിന്നും ഏരിയ സമ്മേളനം തിരഞ്ഞെടുത്ത 281 പ്രതിനിധികളും 36 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 317 പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ, ജനറൽ കൺവീനർ K രാജ്മോഹൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KP സതീഷ് ചന്ദ്രൻ, CH കുഞ്ഞമ്പു MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KV കുഞ്ഞിരാമൻ, P ജനാർദ്ദനൻ, സാബു അബ്രഹാം, VK രാജൻ, KR ജയാനന്ദ, M സുമതി, C പ്രഭാകരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P അപ്പുക്കുട്ടൻ, PK നിഷാന്ത്, ഏരിയ കമ്മിറ്റി അംഗം M രാഘവൻ, അഡ്വക്കേറ്റ് C ഷുക്കൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം പെൺകരുത്തിന്റെ വിളംബരമായി വനിതാ ഫ്ലാഗ് മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട് നഗരത്തിലായിരുന്നു പരിപാടി. ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു മാർച്ച്. പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. യൂണിഫോമിൽ ചെങ്കൊടിയേന്തി 100 കണക്കിന് വനിതകൾ അണിനിരന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി M സുമതി ഫ്ളാഗ് ഓഫ് ചെയ്തു. ദേവി രവീന്ദ്രൻ, VV പ്രസന്നകുമാരി, KV സുജാത, സുനു ഗംഗാധരൻ, PA ശകുന്തള, K രുക്മിണി, T ശോഭ, ഫൗസിയ ഷെരീഫ്, അഡ്വക്കേറ്റ് ബിന്ദു, VV തുളസി, TV പത്മിനി, K രോഹിണി എന്നിവർ നേതൃത്വം നൽകി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ, ഏരിയ സെക്രട്ടറി K രാജ്മോഹനൻ തുടങ്ങിയവരും സംബന്ധിച്ചു. റാലി നോർത്ത് കോട്ടച്ചേരിയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി യുവജന സംഗമം സംഘടിപ്പിച്ചു. ബി പോസിറ്റീവ് ഓൾവേസ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി യുവജന പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ടൗൺ ഹാൾ പരിസരത്ത് P രാഘവൻ നഗറിൽ നടന്ന യുവജന സംഗമം DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനങ്ങൾ നടക്കുമ്പോൾ തന്നെ നോക്കൂ, നിങ്ങൾ 40,000-ഓളം ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രാഞ്ച് സമ്മേളനത്തിൽ ചർച്ച ചെയ്യേണ്ടതും അതിന്റെ ഉദ്ഘാടന പ്രസംഗവും ഒക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം ലോകരാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റുകാരന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും അതിന്റെ മുകളിൽ ചർച്ച നടക്കുകയും ചെയ്യുന്ന ഏത് പാർട്ടിയാണ് നമ്മുടെ നാട്ടിലുള്ളത്? രാജ്യം ഭരിക്കുന്ന സംഘപരിവാരത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ നമ്മൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുക. DYFI ജില്ലാ പ്രസിഡന്റ് ഷാലു മാത്യു അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VV രമേശൻ, VK രാജൻ, ജില്ലാ കമ്മിറ്റി അംഗം P അപ്പുക്കുട്ടൻ, ഏരിയ സെക്രട്ടറി K രാജ്മോഹൻ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം K സബീഷ്, KR അനുഷേദ്യ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് സ്വാഗതം പറഞ്ഞു. തുടർന്ന് യുവതാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സംസ്ഥാനതലത്തിൽ 1ാം സ്ഥാനം നേടിയ മ്യൂസിക് ബാൻഡിന്റെ കലാപരിപാടികൾ അരങ്ങേറി. മാണിയാട്ട് കോറസ് കലാസമിതി വനിതാവേദിയുടെ നാടക നൃത്തശില്പം കാലം സാക്ഷിയും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുവത്തൂരിൽ 4 കിലോ മുക്കുപണ്ടവുമായി യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. മണ്ണ് കുഴിക്കുമ്പോൾ കിട്ടിയ നിധിയെന്ന് പറഞ്ഞ് ഒരു സിനിമാ പ്രവർത്തകന് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘം പിടിയിലായത്. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ സംഘം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്.
4 കിലോ വ്യാജ സ്വർണവുമായി യുവതിയുൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. കർണാടക മാണ്ഡ്യ, സാഗർ, ശ്രീരംഗപട്ടണത്തെ ധർമ്മ, ശ്യാംലാൽ എന്നിവരാണ് അറസ്റ്റിലായത്. ശ്യാംലാലിന്റെ ഭാര്യയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വാടക വീട്ടിൽ താമസിക്കുന്ന ഇവർ പൂക്കച്ചവടക്കാരാണ്. ഒരു സിനിമാ പ്രവർത്തകന് 15 ലക്ഷം രൂപയ്ക്ക് മാലകൾ വിൽപ്പന നടത്താൻ ശ്രമിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. സിനിമാ പ്രവർത്തകൻ വിവരം പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ബാഗിൽ സൂക്ഷിച്ച നിലയിലാണ് ആഭരണങ്ങൾ കണ്ടെത്തിയത്. മണ്ണ് കുഴിക്കുമ്പോൾ കിട്ടിയ നിധിയാണെന്നാണ് അറസ്റ്റിലായവർ പോലീസിനോട് പറഞ്ഞത്. ചെമ്പിനു മുകളിൽ അതിവിദഗ്ധമായി സ്വർണം പൂശിയ ആഭരണങ്ങളാണ് പിടിയിലായത്. സംഘം സംസ്ഥാനത്ത് മറ്റെവിടെയെങ്കിലും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ ഒളവറയിലെ മരക്കമ്പനിയിൽ വൻ തീപിടുത്തം. 1.5 കോടിയിൽ പരം രൂപയുടെ മരങ്ങളും യന്ത്രസാമഗ്രികളും കത്തിനശിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. തിങ്കളാഴ്ച പുലർച്ചെയോടെയുണ്ടായ തീപിടുത്തത്തിൽ മരം സൈസ് ചെയ്യുന്ന റീസോ മെഷീൻ, പ്ലെയിനർ എന്നിവയും കെട്ടിടവും 1 കോടിയിൽ പരം രൂപയുടെ മരങ്ങളും മര ഉരുപ്പടികളും കത്തിയമർന്നു. ഇളമ്പച്ചിയിലെ VKP അബ്ദുൾ റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള പയ്യന്നൂർ തൃക്കരിപ്പൂർ പ്രധാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന ഒളവറ ബ്രൈറ്റ്വുഡ് ഇൻഡസ്ട്രിയിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെ മരം സൈസ് ചെയ്യുന്ന റീസോ മെഷീന് സമീപത്ത് നിന്നാണ് തീയും പുകയും ഉയർന്നത്. പെട്ടെന്ന് തീ മരത്തടികളിലേക്കും സൈസ് ചെയ്ത മര ഉരുപ്പടികളിലേക്കും ആളിപ്പടരുകയായിരുന്നു. സാമൂഹ്യ പ്രവർത്തകനായ പ്രസാദ് ഒളവറയാണ് അഗ്നിരക്ഷാസേനയിലും സ്ഥാപന ഉടമയെയും വിവരമറിയിച്ചത്. തൃക്കരിപ്പൂർ, പയ്യന്നൂർ, പെരിങ്ങോം, കാഞ്ഞങ്ങാട് നിലയങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന അഗ്നിരക്ഷാസേനയുടെ 7 യൂണിറ്റ് വാഹനങ്ങളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. ഇന്നലെ രാത്രി 12:30 ഇവിടെ റീസോന്റെ ഷോർട്ട് സർക്യൂട്ടിലൂടെ ഉണ്ടായ തീപിടുത്തമാണ്. അപ്പോൾ പെട്ടെന്ന് പ്രസാദ് അത് കണ്ടു. അങ്ങനെ പ്രസാദിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് പെട്ടെന്ന് ഫയർ സർവീസ് എത്തി. ഒരു 7 ഭാഗത്താണ്ട് ഫയർ സർവീസിൻ്റെ വണ്ടി വന്നിരുന്നു. അപ്പോൾ രാവിലെ 6 മണി വരെ അത് ഇതാക്കി അണച്ചു ഫയർ സർവീസാണ്. അപ്പം നമ്മളെ മെഷീനും പിന്നെ കുറേ തടിയും സൈസെല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കോടി രൂപ നഷ്ടം കണക്കാക്കുന്നു. വലിയ തോതിൽ തീ വ്യാപിച്ചതിനാൽ അഗ്നിരക്ഷാസേനാംഗങ്ങൾ മണിക്കൂറുകൾ നടത്തിയ അധ്വാനത്തിലാണ് തീ അണച്ചത്. തീ പടർന്നു പിടിച്ച് കത്തിയമർന്ന ഷെഡിന് പടിഞ്ഞാറ് ഭാഗത്തായി മര ഉരുപ്പടികൾ തയ്യാറാക്കിയ കെട്ടിടത്തിലേക്ക് തീ പടർന്നിരുന്നുവെങ്കിൽ കോടികളുടെ നാശമുണ്ടാവുമായിരുന്നു. മരക്കമ്പനിക്കടുത്തുള്ള മുറികളിൽ കമ്പനിയിലെ 8 അന്യസംസ്ഥാന തൊഴിലാളികൾ രാത്രിയിലുണ്ടായിരുന്നു. നാട്ടുകാരുടെയും അഗ്നിരക്ഷാസേനയുടെയും ഇടപെടൽ വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത്. റീസോ മെഷീനിലുണ്ടായ വൈദ്യുത ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിവരം. വൈദ്യുത വകുപ്പ് ഇൻസ്പെക്ടറേറ്റിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തിയ ശേഷമാണ് വിശദമായ വിവരം അറിയൂ. ചന്ദേര പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് എത്തിയത് 10,000. കോട്ടച്ചേരി കിഴക്കുംകര കാഴ്ചാഘോഷ കമ്മിറ്റിയുടെ തിരുമുൽ കാഴ്ചാ സമർപ്പണവും നടന്നു. പുള്ളിക്കരിങ്കാളിയമ്മയുടെ ചുവടിനൊപ്പം ഭക്തി നിർഭരവും ആയിരങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞും കളിയാട്ട മഹോത്സവത്തിന്റെ ചൈതന്യ പ്രതിരൂപമായ ആയിരത്തിരി മഹോത്സവവും നടന്നു. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് മകരം 16 മുതൽ 20 വരെ 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കളിയാട്ട മഹോത്സവം ഏറെ പ്രസിദ്ധമാണ്. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കിഴക്കുംകര കാഴ്ചാഘോഷ കമ്മിറ്റിയുടെയും കോട്ടച്ചേരി പട്ടരേക്കന്നിരാശി ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തു നിന്നുമുള്ള തിരുമുൽ കാഴ്ച സമർപ്പണം കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തെത്തി പുലിക്കണ്ടൻ ദൈവത്തിന് സമർപ്പിച്ചു. പുള്ളിക്കരിങ്കാളിയമ്മയുടെ ചുവടിനൊപ്പം ഭക്തി നിർഭരവും ആയിരങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടുള്ളതും കളിയാട്ട മഹോത്സവത്തിന്റെ ചൈതന്യ പ്രതിരൂപവുമായ ആയിരത്തിരി മഹോത്സവവും നടന്നു. ആയിരത്തിരി ചടങ്ങിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്.
വർഷത്തെ കളിയാട്ട മഹോത്സവം ദർശിക്കാനായി പതിനായിരങ്ങളാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാ ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. വാർത്തകൾ തുടരുന്നു. ക്ഷേത്രവളപ്പിലെ 100ഓളം നേന്ത്രവാഴകൾ വെട്ടി നശിപ്പിച്ച നിലയിൽ. തോയമൽ കവായി വിഷ്ണുമൂർത്തി ക്ഷേത്രവളപ്പിൽ കൃഷി ചെയ്ത വാഴകളാണ് വെട്ടി നശിപ്പിച്ചത്. സംഭവത്തിൽ ഹോസ്ദുർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൗവായി വിഷ്ണുമൂർത്തി ക്ഷേത്രവളപ്പിൽ ക്ഷേത്ര കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി കെ ബാബുരാജ്, കമ്മിറ്റി അംഗം എ നാരായണൻ എന്നിവർ മുൻകൈയെടുത്താണ് നേന്ത്രവാഴ കൃഷി ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് കൃഷിയിടത്തിലെ 100ഓളം വാഴകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരെണ്ണം വെട്ടി താഴെയിട്ടിട്ടുണ്ട്. ബാക്കി വാഴകളുടെ കാമ്പ് ഭാഗത്ത് കത്തിയോ വാളോ കൊണ്ട് കുത്തിക്കീറിയിട്ടുണ്ട്. ഭൂരിഭാഗം വാഴകളുടെയും കൂമ്പ് ആയി വരുന്നതേയുള്ളൂ. കാമ്പ് ഭാഗം കുത്തിക്കീറിയതിനാൽ ഇനി കുല വളരില്ലെന്നാണ് കർഷകർ പറയുന്നത്. അത് പിന്നെ
ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ വെള്ളം അടിച്ചു പോയതാണ്. ഇന്ന് രാവിലെ വരുമ്പോഴേക്ക് ഒരു വാഴ വീട് കിടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളത് എല്ലാം നോക്കുമ്പോഴേക്ക് എല്ലാ വാഴയും കത്തിയോടെ കുത്തി തുറന്നിട്ടുണ്ട്. 100 വാഴയിട്ട് 100 വാഴ നശിപ്പിച്ചില്ലാന്ന് കാണുന്നു. മെയിൻ സ്വിച്ച് ഓഫാക്കി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് കൃഷി നശിപ്പിച്ചത്. ഏകദേശം 1 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ക്ഷേത്രം പ്രസിഡന്റിന്റെ പരാതിയിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വാഴക്കോട് തുമ്പയിൽ ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ടത്തിന് മുന്നോടിയായി കലവറ ഘോഷയാത്ര നടന്നു. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര മാതൃസമിതിയുടെ പ്രാദേശിക സമിതിയായ ഗംഗ, യമുന, നർമ്മദ, സിന്ധു എന്നിവയുടെ നേതൃത്വത്തിലാണ് കലവറ ഇറക്കൽ ചടങ്ങ് നടന്നത്. വാഴക്കോട് തുമ്പയിൽ ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ടത്തിന് മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര മാതൃസമിതിയുടെ പ്രാദേശിക സമിതിയായ ഗംഗ, യമുന, നർമ്മദ, സിന്ധു എന്നിവയുടെ നേതൃത്വത്തിലാണ് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നത്. വാഴക്കോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം UAE കൂട്ടായ്മ കളിയാട്ടത്തിന്റെ അന്നദാന ഫണ്ടിലേക്ക് 1.5 ലക്ഷം രൂപ സംഭാവന നൽകി. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം UAE കൂട്ടായ്മ പ്രസിഡന്റ് അഭയൻ ശിവജി നഗർ, സെക്രട്ടറി ടി വിജയൻ പാലത്തിങ്കാൽ, ട്രഷറർ പുരുഷോത്തമൻ കക്കട്ടിൽ എന്നിവർ ചേർന്ന് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഗോവിന്ദൻ മടിക്കയ്ക്ക് തുക കൈമാറി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PV കുഞ്ഞിക്കണ്ണൻ, ട്രഷറർ B രാഘവൻ, വാർഡ് മെമ്പർ A വേലായുധൻ, ആഘോഷ കമ്മിറ്റി സെക്രട്ടറി ബിജു തുമ്പയിൽ, ട്രഷറർ രാജു കുളിക്കാട്, മാതൃസമിതി പ്രസിഡന്റ് ഉഷാകുമാരൻ, ഗ്രാമകേളി വാഴക്കോട് UAE കൂട്ടായ്മ സെക്രട്ടറി KV ബിനു പാലത്തിങ്കാൽ, മധു കക്കട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കിണർ മനോഹരമാക്കി നഗരസഭാ ഹരിത കർമ്മസേന. പൂക്കൂട്ടയുടെ മാതൃകയിലാണ് കിണറിന് രൂപമാറ്റം വരുത്തിയത്. നാടിനും നഗരത്തിനും മാതൃകയായി കാഞ്ഞങ്ങാട് നഗരസഭ ഹരിതകർമ്മസേന മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ നഗര സൌന്ദര്യ പ്രവർത്തികളോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് പുതിയകോട്ടയിൽ നാശോന്മുഖമായി കിടന്നിരുന്ന കിണർ കാഞ്ഞങ്ങാട് നഗരസഭയിലെ 101 പേരടങ്ങുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾ ഏറ്റെടുക്കുകയും ശില്പികളായ സുഗുണൻ, സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കിണർ പൂക്കൂട്ട ആകൃതിയിൽ നവീകരിച്ച് ഉപയോഗയോഗ്യമാക്കി. ഇതിനായി ഏകദേശം 2 ലക്ഷത്തോളം രൂപയാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ ചെലവഴിച്ചത്. നവീകരിച്ച കിണറിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത നിർവഹിച്ചു. മാലിന്യങ്ങൾ ശേഖരിച്ച് അവരുടെ വരുമാനമാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ നാടിനെ ശുചീകരിക്കുന്ന അവരുടെ പ്രവൃത്തിയിൽ ഒരു നേട്ടം കൂടിയാണ് എന്നും അവരുടെ പേരിവിടെ ആലേഖനം ചെയ്യപ്പെടുന്ന രൂപത്തിലേക്ക് ഒരു സൃഷ്ടി ഈ നാടിനു വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. മാലിന്യമുക്ത നവകേരളത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരളത്തിലെ സർക്കാർ ഒരുപാട് പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടങ്ങളിലായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊതു ഇടങ്ങളൊക്കെ തന്നെ മാലിന്യമുക്തമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ജനകീയ ക്യാമ്പയിനുകളിലൂടെ മുന്നേറുമ്പോൾ പലപ്പോഴും നമുക്കുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് വിഷമിപ്പിക്കുന്നതാണ്. നഗരസഭാ വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV സരസ്വതി സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K അനീശൻ, P അഹമ്മദ് അലി, K പ്രഭാവതി, കൌൺസിലർമാരായ KK ബാബു, അശോക് കുമാർ, അബ്ദുറഹിമാൻ, ടൗൺ SI സൈഫുദ്ദീൻ, നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് B അമിത എന്നിവർ സംസാരിച്ചു. ക്ലീൻ സിറ്റി മാനേജർ ഷൈൻ P ജോസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുസ്തക വിൽപ്പന രംഗത്ത് സജീവമായ പുസ്തക വണ്ടിയുടെ ബുക്ക് കഫേയുടെ ഉദ്ഘാടനം നടന്നു. വിനു വേലാശ്വരത്തിന്റെ വെയിൽ രൂപങ്ങൾ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശന ചടങ്ങും ഇതോടൊപ്പം നടന്നു. രാജ്യത്തെവിടെയായാലും ആവശ്യപ്പെടുന്ന ഏതു പുസ്തകവും ലഭ്യതയ്ക്കനുസരിച്ച് പരമാവധി വേഗത്തിൽ വായനക്കാരിലേക്ക് നേരിട്ടെത്തിക്കുന്ന സംരംഭമാണ് പുസ്തകവണ്ടി. വായനയെ ജനകീയമാക്കുക എന്ന സദുദ്ദേശത്തോടെ നബിൻ ഒടിയഞ്ചാൽ, ജയേഷ് കൊടക്കൽ എന്നീ യുവാക്കളാണ് പുസ്തകവണ്ടിയുമായി വായനക്കാരിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി പുസ്തക വിൽപ്പന രംഗത്ത് സജീവമായ പുസ്തകവണ്ടിയുടെ ബുക്ക് കഫേ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. എഴുത്തുകാരായ അംബികാസുധൻ മാങ്ങാടും രാജ്മോഹൻ നീലേശ്വരവും ചേർന്ന ബുക്ക് കഫേ വായനക്കാർക്കായി തുറന്നുകൊടുത്തു. പുസ്തകവണ്ടി പബ്ലിക്കേഷൻസിലൂടെ പ്രസിദ്ധീകരിച്ച വിനു വേലാശ്വരത്തിന്റെ വെയിൽ രൂപങ്ങൾ എന്ന ആദ്യ കവിതാ സമാഹാരവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. എഴുത്തുകാരി PK ഭാഗ്യലക്ഷ്മി DVSP ബാബു പെരിങ്ങേത്തിന് പുസ്തകം കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു.
അപ്പോൾ ശിവ ടീച്ചർ വിനുവിനെ കുറിച്ച് അന്ന് ആദ്യമായിട്ട് വിനുവിനെ പരിചയപ്പെടുത്തി തന്നു. ഇതൊക്കെയാണ് വിനു എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇങ്ങനെ ഒരാളെ എഴുത്തിലേക്ക് വരിക, അതിന് സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുക. ഒരു മനുഷ്യൻ നമ്മൾ ഓരോ ചിലപ്പോഴൊക്കെ പോകാറുണ്ട്, ഓരോ മനുഷ്യന്റെ ഉള്ളിലും അപരിചിതരായ എത്രയോ മനുഷ്യന്മാരുണ്ട്. നമ്മൾക്ക് തന്നെ പരിചയമില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. പക്ഷേ ചില സന്ദർഭം വരുമ്പോൾ മാത്രമാണ് ആ സന്ദർഭം ചിലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകാം, ചിലപ്പോഴും മറ്റാരെങ്കിലുമായിരിക്കാം ആ സന്ദർഭം ഉണ്ടാക്കി തരുന്നത്. ചടങ്ങിൽ CP ശുഭ അധ്യക്ഷത വഹിച്ചു. ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ യുവകഥാകൃത്ത് മൃദുൽ വിയും, വാർത്താ വായനയിലൂടെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ MG വേദിക, നിരവധി പുരസ്കാരങ്ങൾ നേടിയ വളർന്നുവരുന്ന എഴുത്തുകാരി ശിവദ കൂക്കൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിനു വേലാശ്വരം മറുമൊഴി നടത്തി. പുസ്തകവണ്ടി പ്രതിനിധി നബിൻ ഒടയിഞ്ചാൽ ആമുഖ ഭാഷണം നടത്തിയ ചടങ്ങിൽ ചന്ദ്രു വെള്ളരിക്കുണ്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോവൽപ്പള്ളി മുസ്ലിം ജമാഅത്ത് മഹൽ സംഗമം സംഘടിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും നടന്നു. കാഞ്ഞങ്ങാട് കോവൽപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹൽ സംഗമവും വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കോവൽപ്പള്ളി ഇസത്തുൽ മദ്രസ ഹാളിൽ നടന്ന പരിപാടി ഖത്തീബ് അമീൻ അമദാനി മാട്ടൂൽ ഉദ്ഘാടനം ചെയ്തു. രണ്ട് ഏരിയയിൽ നിന്ന് സംസാരിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, ഒരു സന്തോഷകരമായ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്, മികച്ച പാരന്റിങ് എങ്ങനെയാണ് നമ്മൾ കാഴ്ചവെക്കുന്നത്. ഈ രണ്ട് ആശയങ്ങളെ കുറെ കൂടി പഠിക്കുമ്പോൾ ഈ മഹൽ സംഗമം തീർച്ചയായിട്ടും സാർത്ഥകമാകും. സൈബർ കുറ്റങ്ങളുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ കണ്ണൂർ ക്രൈംബ്രാഞ്ച് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്രീനാഥ് PR ക്ലാസ് എടുത്തു. ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരോ വാട്സാപ്പ് ഉപയോഗിക്കുന്ന നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആധികാരികത ഇല്ലാത്ത വാർത്തകൾ ഷെയർ ചെയ്യരുത്. 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാർത്തകൾ ഷെയർ ചെയ്യും. സിനിമാ നടൻ സലീംകുമാർ 14 പ്രാവശ്യം വാട്സാപ്പിൽ മരിച്ചു. ജഗതി വാട്സാപ്പിൽ മരിച്ചു. ജമാഅത്ത് വൈസ് പ്രസിഡന്റ് KP മുഹമ്മദ് അധ്യക്ഷനായി. കുടുംബജീവിതം എന്ന വിഷയത്തിൽ അനസ് അമാനി പുഷ്പഗിരി ക്ലാസ് എടുത്തു. ജമാഅത്ത് സെക്രട്ടറി ഷെരീഫ് എഞ്ചിനീയർ, സദർ മുഅല്ലിം മജീദ് ഉസ്താദ് എന്നിവർ സംസാരിച്ചു. ജമാഅത്ത് ജനറൽ സെക്രട്ടറി MA ഷഫീഖ് സ്വാഗതവും സെക്രട്ടറി സിറാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ and most modern operation theatre. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്.
മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കാഞ്ഞങ്ങാട്. ഫോൺ 0467222070. 7 lives. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, ക്രോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി വാ മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. മാനടുക്കം അയ്യപ്പ ക്ഷേത്ര അഷ്ടബന്ധ നവീകരണ കലശവും ധ്വജപ്രതിഷ്ഠ ആറാട്ട് മഹോത്സവവും മാർച്ച് 26 മുതൽ ഏപ്രിൽ 10 വരെ തീയതികളിൽ. മഹോത്സവത്തിന് മുന്നോടിയായി ധ്വജത്തിന്റെ ശിലാന്യാസവും ധ്വജസ്ഥാപനവും നടന്നു. മാർച്ച് 26 മുതൽ ഏപ്രിൽ 10 വരെ തീയതികളിൽ മാനടുക്കം അയ്യപ്പ ക്ഷേത്രത്തിൽ നടക്കുന്ന അഷ്ടബന്ധ നവീകരണ കലശവും ധ്വജപ്രതിഷ്ഠ ആറാട്ട് മഹോത്സവത്തിനും മുന്നോടിയായി ധ്വജത്തിന്റെ ശിലാന്യാസവും ധ്വജം സ്ഥാപനവും നടന്നു. തന്ത്രി തരണനല്ലൂർ തെക്കിനേടത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ആർ മോഹനകുമാർ, ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം നാരായണൻ നായർ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികൾ, പരിസര പ്രദേശങ്ങളിലെ വിവിധ ക്ഷേത്ര ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർഗോഡ് കരുവളത്ത് ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ നിർമ്മാണം. പ്രതിഷേധവുമായി നാട്ടുകാർ. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് കുറ്റൻ ടവർ നിർമ്മാണം. ജനവാസ മേഖലയിൽ ആരംഭിച്ച മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ വൻ പ്രതിഷേധവുമായി നാട്ടുകാർ. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ പടന്നക്കാട് കരുവളത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് കൂറ്റൻ ടവർ നിർമ്മിക്കുന്നത്. കമ്പനിയുടെ വാഹനങ്ങൾ സ്ഥലത്തെത്തി കുഴിയെടുത്തപ്പോഴാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. ഇതോടെ ജനം സംഘടിച്ചെത്തി നിർമ്മാണ പ്രവർത്തികൾ തടയുകയായിരുന്നു. ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനം, ആരാധനാലയം എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ടവറിന്റെ നിർമ്മാണമെന്നാണ് നാട്ടുകാരുടെ പരാതി. നമ്മുടെ ഈ പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ 31-ാം വാർഡാണ് കരുവളം തീർത്ഥങ്കര പ്രദേശം. ഈ പ്രദേശത്ത് ഇപ്പോൾ തന്നെ 7-ലധികം മൊബൈൽ ടവറുകൾ നിലവിലുണ്ട്. അതിനാൽ തന്നെ ഇവിടെ മൊബൈൽ റേഞ്ചിന് യാതൊരുവിധ തടസ്സവുമില്ല. കുത്തക മുതലാളിമാർ അവരുടെ സാമ്പത്തിക ലാഭത്തിനായി ഞങ്ങളുടെ മേൽ ഈ ടവർ അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്തു വന്നാലും ഈ മൊബൈൽ ടവർ ഇവിടെ നിർമ്മിക്കുവാൻ അനുവദിക്കുകയില്ലെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്.
യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം, ഒരു ടവർ എന്ന പേരിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്, സ്വകാര്യ കമ്പനിയുടെ വകയായിട്ട്. അപ്പോൾ ആരുടെ അനുമതിയൊന്നും, ചുറ്റുപാടും ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ധാരാളം കൃഷി ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത്തരം ആളുകളെ കൂടുതൽ മാനസിക ആരോഗ്യം തകർക്കുന്ന രീതിയിൽ, ശാരീരിക ആരോഗ്യം തകർക്കുന്ന രീതിയിലുള്ള ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ചുറ്റുവട്ടത്ത് ഇങ്ങനെ ഒരു ടവർ നിർമ്മാണം ഈ പരിസരത്തിൽ ഒരാരും അറിഞ്ഞിട്ടില്ല. പെർമിഷൻ വാങ്ങിയത് ഈ ചുറ്റുവട്ടത്ത് നിന്ന് സൈൻ ചെയ്തിട്ടാണ് പെർമിഷൻ വാങ്ങിയെന്നില്ലതാണ് നമ്മൾ അറിഞ്ഞിട്ടില്ലേ. അവർ വീട്ടിലേക്ക് ഈ സ്ഥലത്തിൻ്റെ ഉടമയോ ഈ ചുറ്റുവട്ടത്ത് ഇവിടെ താമസമില്ലാത്തവരാണ്, അവർ ഗൾഫിലാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനി ഇവിടെ വരുന്ന റേഡിയേഷൻ്റെ ഇതേക്കുറിച്ചോ ഈ ടവറിൻ്റെ വരുന്നില്ല ദൂഷ്യങ്ങളെ കുറിച്ചിട്ടോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ഞങ്ങൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഏറ്റവും കൂടുതൽ കർഷകരില്ലേ വീടും, പിന്നെ സ്കൂള്, കോളേജ്, ജില്ലാ ഹോസ്പിറ്റൽ, ഇതെല്ലാം ഏറ്റവും കൂടുതൽ ഈ 31-ാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ഈ ഭരണാധികാരികൾ ഇതിന് പെർമിഷൻ കൊടുത്ത് തന്നെ തെറ്റാണ്. ഇത് ഞങ്ങളോട് ചോദിക്കുന്നില്ലെങ്കിൽ പോട്ടെ, ഈ ഹോസ്പിറ്റലും ഈ അമ്പലം, സ്കൂള്, ഇതൊന്നും ഭരണാധികാരികൾക്കാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കിലോമീറ്ററിന് അടുത്ത് ഇതെല്ലാം സ്ഥിതി ചെയ്യുമ്പോൾ ഇതിന് പെർമിഷൻ കൊടുക്കാനില്ല. കൊടുത്ത അധികാരികളോട് ഞങ്ങൾക്ക് ഒന്നേ ചോദിക്കൊണ്ട്, ഞങ്ങൾ ആരോടാണ് ഇതിൻ്റെ സമാധാനം പറയേണ്ടത്, ആരോടാണ് നമ്മൾ പോയിട്ട് പറയേണ്ടതില്ലത്? ഞങ്ങൾ ഈ വാർഡിലെ കൗൺസിലർ വരെ ഞങ്ങൾ വിളിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല. പ്രദേശത്ത് 600ഓളം കുടുംബങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത്. ക്രമസമാധാന പ്രശ്നം മുൻനിർത്തി പോലീസ് ഇടപെട്ട് ടവറിന്റെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിലെ ടവർ നിർമ്മാണം എന്ത് വില കൊടുത്തും തടയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പനത്തടി താനത്തിങ്കാൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് തെയ്യംകെട്ട് മഹോത്സവത്തിന് മുന്നോടിയായി കൂവമളക്കൽ ചടങ്ങ് നടന്നു. ഭക്തി നിർഭരമായ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. പനത്തടി താനത്തിങ്കാൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 120 വർഷത്തിന് ശേഷം നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ കൂവമളക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. താനംപുരക്കാരൻ പ്രശാന്ത് താനത്തിങ്കാൽ കൂവമളന്നു. ചെറുപനത്തടി പാണ്ഡ്യാലക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള കോവിലകം വയലിൽ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത നെല്ലാണ് കൂവമളക്കൽ ചടങ്ങിനായി ഉപയോഗിച്ചത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ ബാലചന്ദ്രൻ നായർ, ജനറൽ കൺവീനർ കൂക്കൾ ബാലകൃഷ്ണൻ, ബാത്തൂർ കഴകം പ്രസിഡന്റ് ഇ കെ ഷാജി, ബിജു ബാത്തൂർ, കരുണാകരൻ ബാത്തൂർ, വളപ്പിൽ സുകുമാരൻ, മനോജ് പുല്ലുമല, വി വി കുമാരൻ, ഉണ്ണികൃഷ്ണൻ, കെ എം രാഘവൻ, രാഘവൻ അരിയടത്തിൽ, ഗീതാ ഗംഗാധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് അടയാളം കൊടുക്കൽ ചടങ്ങും നടന്നു. ഭക്തർക്ക് അന്നപ്രസാദവും നൽകി. മാർച്ച് 21, 22, 23 തീയതികളിലാണ് തെയ്യംകെട്ട് മഹോത്സവം നടക്കുക. 21 രാവിലെ കലവറ നിറക്കൽ ചടങ്ങോടെ തെയ്യംകെട്ടിന് തുടക്കമാകും. തുടർന്ന് സാംസ്കാരിക സമ്മേളനം. വൈകിട്ട് 5 കൈവീത്തിന് ശേഷം തെയ്യം കൂടൽ. പ്രഭ ഡിജിറ്റൽ പ്രസ് പ്രവർത്തനം തുടങ്ങി. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലാണ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത്. കാഞ്ഞങ്ങാട് നഗരത്തിൽ അച്ചടി രംഗത്ത് കഴിഞ്ഞ 40 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന പ്രഭാത് പ്രിന്റിംഗ് പ്രസ് അത്യാധുനിക പ്രിന്റിംഗ് രംഗത്തേക്ക് ചുവടുവെച്ചു. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പ്രഭാത് ഡിജിറ്റൽ പ്രസിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത നിർവഹിച്ചു. പോരെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൊടുക്കാൻ അതുവഴി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പോരെ, അല്ലാതെ പേപ്പറിൽ അടിച്ചിട്ട് ഇതിപ്പോൾ ഇനി ആരെ വിതരണം ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ സാധാരണ രൂപത്തിൽ ആലോചിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ വൈവിധ്യങ്ങൾ തേടുക, അതുപോലെ തന്നെ പുതിയ പുതിയ രീതികളും പുതിയ പുതിയ മാധ്യമങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. അപ്പോൾ ആ രംഗത്തേക്കുള്ള ലോകോത്തര സാങ്കേതിക വിദ്യയൊക്കെ നമ്മുടെ നാടിനകത്തേക്ക് വരുമ്പോൾ അതിനെ ആളുകൾ സ്വാഗതം ചെയ്യും. സ്വാഭാവികമായിട്ടും പുതിയ തലമുറ അത്തരത്തിലുള്ള പുതിയ ടെക്നോളജിയെ ആവശ്യപ്പെടുന്നവരാണ്. നഗരസഭ 17-ാം വാർഡ് കൌൺസിലർ വി വി രമേശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ സജിത് കുമാർ പ്രിന്റിംഗ് മെഷീനുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. KPA മുൻ സംസ്ഥാന പ്രസിഡന്റ് PA അഗസ്റ്റിൻ മറ്റ് മെഷീനറികളുടെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. ചടങ്ങിൽ TP അശോക് കുമാർ, CK ആസിഫ്, N അശോക് കുമാർ, KV ദിനേശൻ, സുഗതൻ, ഹരീഷ, സിബി കൊടിയംകുന്നിൽ, M ജയറാം, അശോക് N തുടങ്ങിയവർ സംസാരിച്ചു. മൾട്ടി കളർ ആൻഡ് സിംഗിൾ കളർ പ്രിന്റിംഗ്, ബിൽ ബുക്ക്, വിസിറ്റിംഗ് കാർഡ്, ക്ലോത്ത് പ്രിന്റിംഗ്, സുവനീർ, സ്പൈറൽ ബൈൻഡിംഗ്, മെമന്റോസ് ആൻഡ് ഗിഫ്റ്റ്, ID കാർഡുകൾ, സ്റ്റിക്കർ ലേബൽ പ്രിന്റിംഗ്, സ്കൂൾ കോളേജ് പ്രോജക്ട് പ്രിന്റിംഗ് ആൻഡ് ബൈൻഡിംഗ്, സ്ക്രീൻ പ്രിന്റിംഗ്, വെഡ്ഡിംഗ് കാർഡ്, താങ്ക്സ് കാർഡ്, ജേഴ്സി പ്രിന്റിംഗ് തുടങ്ങിയ സേവനങ്ങൾ പ്രഭാത് ഡിജിറ്റൽ പ്രസ്സിലൂടെ ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
പള്ളിക്കര ശക്തിനഗർ ദേവർവീട് രവളനാഥ അമ്മനവർ മഹിഷമർദിനി ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ ബ്രഹ്മകലശോത്സവവും സഹസ്ര ചണ്ഡികയാഗവും ഏപ്രിൽ 29 മുതൽ നിധിശേഖരണം തുടങ്ങി. പ്രസിദ്ധമായ പള്ളിക്കര ശക്തിനഗർ ദേവർവീട് രവളനാഥ അമ്മനവർ മഹിഷമർദിനി ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ ഏപ്രിൽ 29 മുതൽ മെയ് 7 വരെ തീയതികളിലാണ് ബ്രഹ്മകലശോത്സവവും സഹസ്ര ചണ്ഡികായാഗവും നടക്കുക. മഹോത്സവത്തിന്റെ മികച്ച നടത്തിപ്പിനായി ധനശേഖരണത്തിന് തുടക്കമിട്ടു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം നിർവഹിച്ചു. അവരിലേക്ക് ഉപയോഗിക്കുന്നു. ടിപ്പു സുൽത്താനൊക്കെ ഉണ്ടാക്കി ഇവർ മാത്രമല്ല സംരക്ഷിച്ചു. അന്നും അതിൻ്റെ പരമായി ഇവിടെ സെറ്റിലായി. ഈ ഞാൻ പറഞ്ഞ സ്ഥലത്തെല്ലാം ബന്ധുവിലേക്ക് പോയിട്ടുണ്ട്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശിവരാമൻ മേസ്ത്രി അധ്യക്ഷത വഹിച്ചു. താനോജി റാവു പവാർ, വാർഡ് മെമ്പർ VK അനിത, ശിവദാസ് നായിക്, ജഗദീഷ് പവാർ, മണികണ്ഠൻ നത്തിക്കാൽ, PB കുഞ്ഞിരാമൻ, രാജേഷ് പള്ളിക്കര, സുധാകരൻ തെക്കേക്കുന്ന, N സുരേശൻ, മഹേഷ് കുമാർ, പ്രഭാകര കമ്പൗണ്ടർ, കമലാക്ഷൻ ഗുഡ്ഡമനെ, ജനറൽ കൺവീനർ ദിനേശൻ മാസ്റ്റർ, രാഘവൻ കരിയൻ തുടങ്ങിയവർ സംസാരിച്ചു. കളിയാട്ട മഹോത്സവത്തിനൊരുങ്ങി കാരക്കുഴി ചോണാർ തറവാട്. ഫണ്ട് ഉദ്ഘാടനം നടന്നു. വെള്ളിക്കൂത്ത് കാരക്കുഴി ചോണാർ തറവാട് ചുള്ളിക്കര ചാമുണ്ടിയമ്മ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ധനസമാഹരണ ഉദ്ഘാടനം നടന്നു. മലബാർ ദേവസ്വം ബോർഡ് ഡിവിഷൻ ചെയർമാൻ KV സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്രയും ക്ഷേത്രങ്ങളിൽ ഏകദേശം ഒരു 20 താഴെ ക്ഷേത്രങ്ങൾ മാത്രമേ സ്വന്തമായിട്ട് വരുമാനമുള്ള ക്ഷേത്രങ്ങളുള്ളൂ. അതിൽ നല്ല വരുമാനമുള്ള ക്ഷേത്രങ്ങൾ 8 ക്ഷേത്രമാണ്. ബാക്കി രണ്ടാമത്തെ ഗ്രേഡിൽ വരുന്നത് 6-7 ക്ഷേത്രങ്ങൾ. ബാക്കി വരുന്ന 185ഓളം ക്ഷേത്രങ്ങൾ സാമ്പത്തികപരമായിട്ട് പരാധീനതകൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ക്ഷേത്രങ്ങളാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ നടന്നു പോകുന്നത് ഉള്ള നാട്ടുകാരുടെ ജനകീയ ഇടപെടൽ, വലിയ തോതിൽ ഇടപെടൽ നടക്കുന്നു. ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ മനോജ് കാരക്കുഴി അധ്യക്ഷനായി. ആഘോഷ കമ്മിറ്റി കൺവീനർ B ശശി, B ബാലകൃഷ്ണൻ, രതീഷ്, B ഉണ്ണി എന്നിവർ സംസാരിച്ചു. നിരവധി വ്യക്തികളും സ്ഥാപന ഉടമകളും ധനസമാഹരണ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംഭാവനകൾ നൽകി. ഇതോടൊപ്പം വനിതാ സംഗമവും സമ്മാന കൂപ്പൺ വിതരണവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 5 മുതൽ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ. കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിലാണ് സമ്മേളനം. ചെറുവത്തൂരിൽ 4 കിലോ മുക്കുപണ്ടവുമായി യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. മണ്ണ് കുഴിക്കുമ്പോൾ കിട്ടിയ നിധിയെന്ന് പറഞ്ഞ് ഒരു സിനിമാ പ്രവർത്തകന് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘം പിടിയിലായത്. തൃക്കരിപ്പൂർ ഒളവരയിൽ വൻ തീപിടുത്തം. 1.5 കോടിയിൽ പരം രൂപയുടെ മരങ്ങളും യന്ത്രസാമഗ്രികളും കത്തിനശിച്ചു. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് എത്തിയത് 10,000. കോട്ടച്ചേരി കിഴക്കുംകര കാഴ്ചാഘോഷ കമ്മിറ്റികളുടെ തിരുമുൽ കാഴ്ചാ സമർപ്പണവും നടന്നു. ക്ഷേത്രവളപ്പിൽ നേന്ത്രവാഴകൾ വെട്ടി നശിപ്പിച്ച നിലയിൽ. തോയമ്മൽ കവായി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലാണ് സംഭവം. വാഴക്കോട് തുമ്പയിൽ ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ടത്തിന് മുന്നോടിയായി കലവറ ഘോഷയാത്ര നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.